ഹലോ മക്കളെ, നീറ്റ് 2025 കഴിഞ്ഞ് അടുത്ത നീറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ടോപ്പേഴ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ഫസ്റ്റ് സെഷനിലുള്ളത് റെനയാണ്. 610, 620 റേഞ്ചിലേക്കൊക്കെ 2 ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചില ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പം ഒരു 610, 620 റേഞ്ചിലേക്കൊക്കെ എത്തി നിൽക്കുന്ന റെന നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളോടൊപ്പം ഇന്ന് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. റെന, എല്ലാവരും ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളിത് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പം റെന എത്തി നിൽക്കുന്ന സ്കോർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ സ്കോർ അല്ല. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സാമിനേഷൻ ഡേ? അതാണ് എനിക്ക് അറിയേണ്ടത്. അവിടെ ചെന്നപ്പം സാധാരണ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല എക്സാമിനേഷൻ ആണെന്ന് പറയുമ്പോഴത്തേക്കും. എന്തായിരുന്നു ആ ഒരു ഓവറോൾ എക്സാം കഴിഞ്ഞുള്ള സമയവും എക്സാമിനേഷൻ ഹാളിലുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സാം ഹാളിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഇൻവിജിലേറ്റേഴ്സിൻ്റെ കുറച്ച് കഴിഞ്ഞ വർഷം ഇല്ലാത്ത കുറേ എക്സ്പീരിയൻസ് ഇത്തവണ വന്നു. അപ്പോൾ അത് എൻ്റെ ഒപ്പം ആദ്യം എക്സാമിന് കയറുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഇത്തവണ എന്തായാലും എക്സാം നല്ല ടഫ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അത് മുന്നിൽ കണ്ട് തന്നെ പോകാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, എക്സാം ഹാളിനകത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ടഫാവും, എല്ലാവർക്കും ടഫാവും, കട്ട് ഓഫ് കുറയും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ കയറിയത്. പക്ഷേ ഈ എക്സാം ഹാളിനകത്തുള്ള ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ടെൻഷൻ. ഇത് എല്ലാവർക്കും വരാത്തൊരു സംഭവമാണ്. ടൈം ശരിക്കും അവർ ആത്മാർത്ഥത കൂടിയതാണ് പ്രശ്നമായത്. അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എക്സാം നടത്തണം. ഒന്നാമത് ആദ്യമായിട്ടാണല്ലോ ഗവൺമെന്റ് സ്കൂളിന് നീറ്റ് എക്സാം നടത്തുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നടത്തണം. കഴിഞ്ഞ വർഷം ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ കുറച്ച് അവർക്ക് കുറച്ച് കൂടുതലായി പോയി. അപ്പൊ അവരിങ്ങനെ ടീച്ചർ നമുക്ക് അത് ചെയ്യണം, ടീച്ചർ നമുക്ക് ഇത് ചെയ്യണം, അങ്ങനെ അവരുടെ വർത്തമാനം കേട്ടപ്പോൾ ഞങ്ങൾ എക്സാം എഴുതുന്നതിലുപരി ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവർ എങ്ങനെ നടത്താന്നുള്ളതിലായിരുന്നു അവർക്ക് കൂടുതൽ ശ്രദ്ധ. അപ്പോൾ അതിനകത്ത് കുട്ടികളുടെ അടുത്ത് ഇപ്പം നമ്മൾ ഫോട്ടോ ഒട്ടിക്കാൻ, അവരുടെ അടുത്തുള്ള പേപ്പറിനകത്ത് OMR കറുപ്പിക്കാൻ, അതിനടുത്തൊക്കെ ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴും അത് ഹാള് മൊത്തം കേൾക്കും. അവർ ഒരാളോട് സംസാരിക്കുന്നത് എല്ലാവരും അറിയിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫുൾ ഇറിറ്റേറ്റഡ്. അത് 2:10 എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആക്ച്വലി ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് 1:50 തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് തുടങ്ങി എല്ലാവരുടെ അടുത്ത് എത്തി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സംഭവം 2 മണി കഴിഞ്ഞു, 2:05 ആവാനായി. അവർ പറഞ്ഞു സാരമില്ല, നമ്മൾ എക്സാം തുടങ്ങേണ്ട സമയമായി, നിങ്ങൾ ആദ്യം OMR ആദ്യം ബബിൾ ചെയ്തോ, അതെല്ലാം കഴിഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെയൊക്കെ പറഞ്ഞ ആശ്വാസം ഞാൻ വിചാരിച്ചെന്നാൽ 5 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് തരുമായിരിക്കും എന്ന് വിചാരിച്ചു. ഇല്ലല്ല, 5 മണിക്ക് കഴിഞ്ഞപ്പോൾ അവർ പെൻഡാവെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, കാരണം ഫിസിക്സ് കുറേ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യന്, അതായിരുന്നു കൂടുതൽ സങ്കടം. ഇങ്ങനെ എല്ലാം ഇങ്ങനെ 2 സ്റ്റെപ്പും കൂടെ ചെയ്ത് ആൻസർ കിട്ടും. ഇങ്ങനെ ചെയ്ത് 2 സ്റ്റെപ്പും കൂടെ ചെയ്ത് ആൻസർ കിട്ടുന്ന അവിടെ നിൽക്ക്, സിംപിൾസ് നോക്കാം. അങ്ങനെ അതിനകത്തൊന്നും ലാസ്റ്റ് റൗണ്ടിൽ വരാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമിനേഷൻ ഇത്രയും സ്കോർ എത്തിയെങ്കിലും എക്സാം ഹാളിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ എനിക്ക് തോന്നുന്നു പുതിയ ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നപ്പോൾ അവർക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റുഡൻസ് അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഓഫ്ലൈൻ എക്സാമിന്റെ ഒരു പ്രധാന പ്രശ്നം. അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ഇപ്പൊ എന്തായാലും അതൊക്കെ ഓവർകം ചെയ്ത് തന്നെ ഈ ഒരു സ്കോറിലേക്ക് എത്തി. എന്തായിരുന്നു ലൈക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ ആദ്യം ഏതാ ചെയ്തത്? ബയോളജി ആണ് ഫസ്റ്റ് ഫിസിക്സ് ചെയ്തത്? എനിക്ക് അതാണ് കോൺഫിഡൻസ് ഉണ്ടാവുക. അതായത് ബയോളജിക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ കിട്ടാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഇതാവും. പക്ഷെ ഫിസിക്സ് കിട്ടാതെ വന്നാൽ ഞാനത് എങ്ങനെയെങ്കിലും ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ചെയ്യാം. അതാ എനിക്ക് സങ്കടമായത്. ഫസ്റ്റത്തെ നോർമലായിട്ട് എല്ലാ മോക്കിനും ഞാൻ ആദ്യത്തെ അരമണിക്കൂറിൽ ഒരു 25, 28 to 35 ക്വസ്റ്റ്യൻ വരെ ചെയ്യും. ഞാൻ ആദ്യത്തെ അരമണിക്കൂർ ഒരു 5 ക്വസ്റ്റ്യൻ മാത്രം ചെയ്തത്. അത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഇവരുടെ ഈ സൗണ്ട് അതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ ഒരു അരമണിക്കൂർ ഫിസിക്സ് ആയിട്ട് പിന്നെ നേരെ ബയോളജിയിലേക്ക് പോകാണ് സാധാരണ ചെയ്യാറുള്ളത്. അരമണിക്കൂർ ഫിസിക്സ്, അരമണിക്കൂർ ബോട്ടണി, അടുത്ത അരമണിക്കൂർ കെമിസ്ട്രി, അടുത്ത അരമണിക്കൂർ സുവോളജി. അങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ 4 മണിയാവും. 4 മണിയിലേക്ക് ഞാൻ ഫിസിക്സിലോട്ട് തിരിച്ചു വരും. ആ 4 മണി ആകുമ്പോഴത്തേനും ഞാൻ എൻ്റെ ഫിസിക്സിൽ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം സാധാരണഗതിയിൽ. പക്ഷെ ഇതിപ്പോൾ 4 മണിക്ക് ഫിസിക്സിൽ എത്തിയിട്ടും ഒക്കെ ചെയ്യാൻ കിടക്കുക. അങ്ങനെയായി. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ഞാൻ 5 മണിക്ക് പെൻ ഡൗൺ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയില്ല. എനിക്ക് സങ്കടമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ നോക്കിയിരിക്കുന്നു. അപ്പം മാം ഓടി വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വാങ്ങി വെച്ചു. അത് അടച്ചിട്ട് സമയം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മിണ്ടാതെ ഇരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടിയായിരുന്നു പുറത്തോട്ട് പാരൻസിൻ്റെ അടുത്തേക്ക്. ഓടി ഫുൾ സീനാക്കി കരഞ്ഞ് സങ്കടമായിട്ട് ഞാൻ പോയി എന്ന് വിചാരിച്ചു. കയ്യിൽ നിന്ന് പോയി പറഞ്ഞ സാരല്ല. പിന്നെ ഈ തോന്നലാന്നല്ലേ, കയ്യിൽ നിന്ന് പോയി എന്നുള്ള തോന്നലാണ് എനിക്കൊന്ന് മെജോറിറ്റി ആളുകൾക്ക് എക്സാം
ഞാൻ വിചാരിക്കുന്ന ഓക്കെ ടഫ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഞാൻ കുറെ എഴുതിയിട്ടില്ല, അതെല്ലാവരും എഴുതുമല്ലോ, അപ്പൊ അത് കാരണം ഞാൻ പിറകോട്ട് പോകുമല്ലോ. അപ്പൊ പിന്നെ വീട്ടിലോട്ട് പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ പുതിയ കോഴ്സിനെ പറ്റി ആലോചിക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി റിപ്പീറ്റ് ചെയ്യില്ല, ഇത്തവണ എന്തായാലും എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പൊ ഇനി ബാക്കി എനിക്ക് നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കാം കിട്ടാത്തത് എന്ന് വിചാരിച്ചു ഞാൻ വേറെ കോഴ്സ് ആലോചിക്കുന്നു. റിപ്പീറ്റ് ആയിരുന്നു എന്തായാലും. പ്ലസ് ടു കഴിഞ്ഞ് നേരെ റിപ്പീറ്റിലേക്കാണ് റന എത്തിയിട്ടുള്ളത്. റന, എനിക്ക് തോന്നുന്നത് റനയുടെ ഒരു സ്ട്രാറ്റജിയിലായിരുന്നു ഫസ്റ്റ് തന്നെ ഈ പറയുന്ന ഫിസിക്സ് ചെയ്യാമെന്നുള്ളത് ഓൾറെഡി ഉള്ള സ്ട്രാറ്റജി തന്നെയായിരുന്നു. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു തോന്നലും കൺഫ്യൂഷനും ഒക്കെ വന്നിരുന്നു. അതോ 30 മിനിറ്റ്സ് ഫിസിക്സ് തന്നെ ചെയ്യാമെന്നുള്ളത്. പക്ഷെ 10 വരെ എത്തിയതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അടുത്ത ഈ പറയുന്ന ബോട്ടണിയിലേക്ക് എത്തിയപ്പോൾ എന്ന് തോന്നുന്നു അല്ലേ? അത് എത്ര ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാലോ. ഞാൻ അങ്ങനെ പിന്നെ ലാസ്റ്റിലേക്ക് ഞാൻ 4 മണിക്ക് ഫിസിക്സിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് ഞാൻ OMR കറുപ്പിച്ച് നോക്കുമ്പോൾ 5 ഉള്ളൂ. ഞാൻ ലാസ്റ്റ് അതൊരു അരമണിക്കൂർ ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ട് അത് കറുപ്പിക്കും, പിന്നെ അടുത്ത അരമണിക്കൂർ നോക്കും അത് കറുപ്പിക്കും, അങ്ങനെയാണ്. അപ്പൊ നോക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയാ മുത്തിങ്ങനെ ചിതറിട്ട പോലെ ആകെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഒരു ടെൻഷൻ കയറി. പക്ഷെ സാരില്ല, ചെയ്യാൻ പറ്റും എന്നുള്ള നിലക്ക്. മോക്ക് എക്സാമുകളിൽ നിന്ന് ലൈക്ക് ഡിഫിക്കൽട്ട് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിരുന്നു. കാര്യം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു എക്സാം ചില ചോദ്യങ്ങളൊന്നും അഡ്വാൻസിലുള്ള സ്റ്റുഡൻസ് പോലും അറ്റംപ്റ്റ് ചെയ്തില്ല. മെയിൻലി ആ സർഫസ് ടെൻഷന്റെ പ്രോബ്ലം ആയിക്കോട്ടെ, ഈ ഐസോമറിസം, ഈ പറയുന്ന ഓർഗാനിക്കിൽ വന്ന എണ്ണം, നമ്പർ ഓഫ് ഐസോമറിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ലൈക്ക് ഞാൻ പറഞ്ഞൊരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മോക്ക് എക്സാമിന് എത്ര മാർക്ക് കിട്ടിയോ അതിനേക്കാൾ ഒരു 100 മാർക്സ് താഴെയാണ് അല്ലേ ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും ആ ഒരു റേഞ്ചാണ് 100-150 മാർക്സ്. മോക്ക് എക്സാമിന് എന്ത് വന്നു അതിനേക്കാൾ എനിക്കൊന്നും റെനയ്ക്ക് ഒരു 690, 700 പ്ലസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഒരിടയ്ക്ക് ഒന്ന് ഡൗൺ ആയി പോയി തോന്നുന്നു അല്ലെ മോക്കിൽ, പിന്നെയാണ് കയറി അവസാനം ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്കിലും ഈ പറയുന്ന ലാസ്റ്റ് എക്സാമിന് എന്തായാലും ഈ ഒരു മാർക്കിലേക്ക് എത്തി അടിപൊളിയായിട്ട് ഇപ്പം മുമ്പോട്ട് പോകുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ലൈക്ക് എക്സാം ഹാളിനകത്ത് ഇപ്പൊ 3 സബ്ജക്റ്റും എഴുതി കഴിഞ്ഞു, ഏറ്റവും ഡിഫിക്കൽട്ട് ആണെന്ന് ഫേസ് ചെയ്തത് ഏത് തന്നെയായിരുന്നു? പക്ഷെ അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഏറ്റവും സ്ട്രോങ് സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. ഏറ്റവും സ്ട്രോങ് ഫിസിക്സ് ആയിരുന്നു, പക്ഷെ എക്സാം ഹാളിൽ അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് തന്നെ ഇനി വേണ്ടത് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിട്ട് നന്നായി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രിപ്പറേഷൻ? ഫോർ എക്സാമ്പിൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഫിസിക്സ് ഏതായിരുന്നു? സൈലത്തിന് DPP നോക്കുമായിരുന്നു, അതല്ലാതെ എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് പറയാമോ? ഫിസിക്സ് മെയിൻ ആയിട്ട് DPP തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ NCERT വായിക്കും. അതായത് ഇപ്പോൾ ഒരു ദിവസം ഓൺലൈൻ ഒരു ദിവസം ഓഫ്ലൈൻ ആണല്ലോ. അപ്പം അന്നത്തെ ദിവസം ഇപ്പോൾ നാളെ പഠിക്കാനുള്ളത് ഇന്ന ഡേ 4 സബ്ജക്റ്റ് 4 ഡേ ആയിട്ടുണ്ടാവും. അപ്പോൾ ബയോളജി പെട്ടെന്ന് കഴിയും. പിന്നെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിൻ്റെയും ആ പോർഷൻ്റെ NCERT അന്ന് തന്നെ കവർ ചെയ്ത് പോകും. പിന്നെ ലാസ്റ്റിലേക്ക് ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് അതാത് ഡേകൾ ഇങ്ങനെ അപ്പൊ അത് വായിക്കുക. അതിന്റെ കൂടെ തന്നെ ആ ഭാഗത്ത് വരുന്ന എക്സാമ്പിൾ ചെയ്യുക, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസ്. NCERT കൂടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. NCERT വായിച്ചു, എക്സാമ്പിൾ ചെയ്തു, എക്സസൈസ് ചെയ്തു, പിന്നെ DPP. അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയാം. ഇത് പറഞ്ഞുകൊണ്ട് പറയണേ, NCERT ഒരു പേജ്, അതിന്റെ തൊട്ടടുത്ത് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ NCERT കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി ഒരു സാധനം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്കായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ DPP ആണ് ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്. കൂടെ NCERT എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കെമിസ്ട്രി, കമ്മിങ് ടു കെമിസ്ട്രി DPP എന്തായാലും നോക്കുമായിരുന്നു, കൂടാണ്ട് എന്തെങ്കിലും അഡീഷണൽ നോക്കുക NCERT. അപ്പൊ DPP തന്നെയായിരുന്നു മെയിൻലി നോക്കുന്നത്. ബയോളജിയും ഇത് തന്നെ DPP NCERT. അപ്പം DPP എത്രത്തോളം റിവൈസ് ചെയ്യുമായിരുന്നു, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു യൂസേജ്? പോകണമെന്നിപ്പോൾ അതായത് ഓൺലൈൻ്റെ അത് ഫസ്റ്റ് ടൈം ഇത് ചെയ്തിട്ട് പോകും. പിന്നെ GAB വരുന്നുണ്ട്, മാസം GAB വരുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അതായത് വേറൊരു റിവിഷൻ പ്ലാൻ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം ലാസ്റ്റ് സൺഡേ ആയിട്ടാണല്ലോ GAB വരിക. അപ്പോൾ ഞാനിപ്പം ഒരു ജനുവരി ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇപ്പോൾ ജനുവരി ലാസ്റ്റ് ഇപ്പോൾ 25-നാണ് GAB ഉള്ളതെങ്കിൽ ഞാൻ ജനുവരി 1 മുതൽ തന്നെ പ്ലാൻ ചെയ്യും. എനിക്ക് പ്ലാൻ ചെയ്യാണ്ട് ഒരു മണിക്കൂർ പോലും പഠിക്കാനാവില്ല. കൃത്യമായിട്ട് 1 മിനിറ്റ് പോലും പ്ലാൻ ചെയ്ത് GAB സ്വയം. അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ എൻഡിൽ 10 ചാപ്റ്ററാണ് GABക്ക് വരുന്നതെങ്കിൽ ആ മാസം മൊത്തം അതെങ്ങനെ പഠിക്കാന്നുള്ള പ്ലാൻ ഇടായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു ദിവസം ഇപ്പോൾ ഓൺലൈനിലേക്ക് ഞാൻ നാളത്തെ ഫിസിക്സ് ഒരു ഡേ അതേ പഠിക്കേണ്ടാവും. ഫിസിക്സ് ഒരു ഡേയും കെമിസ്ട്രി ഒരു ഡേയും. ബയോളജി പിന്നെ വേഗം വായിച്ചിടാലോ. അപ്പോൾ അതങ്ങ് നോക്കി പിന്നെ ബാക്കിയുള്ള ടൈം ഞാൻ ഡിവൈഡ് ചെയ്യും. ഇപ്പം മറ്റേതിന്റെ NCERT ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക, DPP റിവൈസ് ചെയ്യുക, അങ്ങനെ അതിട്ടിട്ട് പോകും. പിന്നെ സമയം ഉണ്ടാവുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ചെയ്യുക. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, സമയം കിട്ടാറില്ല. DPP ഏകദേശം ഞാൻ 2-3 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ NCERT പോയിന്റ്സ് ടു പോയിന്റ് എക്സസൈസ് 3-4 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ക്വസ്റ്റ്യൻ വന്നു NCERT എക്സസൈസ്. എനിക്ക് തോന്നുന്നു റിലേറ്റീവ് വെലോസിറ്റി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് പ്രോബ്ലം ആയിരുന്നു അത്. റിലേറ്റീവ് വെലോസിറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോബ്ലത്തിൽ ഒന്ന് ഷോർട്ട് ഇക്വേഷൻ പഠിപ്പിച്ചത്.
ഓക്കെ. അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. വലിയ ക്വസ്റ്റ്യൻ കണ്ടു, പക്ഷെ വേഗം ആൻസർ കിട്ടി. എനിക്ക് തോന്നുന്നൊരു ഷോർട്ട് കട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ വേറൊരു ഉപകാരം, അതിൽ ടൈം മാത്രമേ ടൈമിനാണ് ഷോർട്ടിക്കേഷൻ പഠിപ്പിച്ചു തന്നത്. പിന്നെ അവർ അത്ര ഡിഫിക്കൽട്ട് ആക്കിയില്ല. ടൈം കിട്ടിയാൽ തന്നെ ആൻസർ എഴുതാവുന്ന വിധത്തിലായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ള കാര്യമാണ് ഇതിനൊരു ഉപകാരമായി. അപ്പൊ മാത്രമല്ല ഈ DPP ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആക്കി. അപ്പൊ ആ ഓൺലൈൻ ഡേ എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുന്നു അത് തന്നെ ഓഫ്ലൈൻ ഡേയിലും എന്ത് ചെയ്യാൻ വേണ്ടി ക്ലാസ് റൂമിൽ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി റിവിഷൻ അഥവാ നമ്മുടെ ഈ LMRP ടൈം, മോക്ക് ടെസ്റ്റുകളൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിരുന്നു അതൊന്ന് പറയാമോ? LMRPയിൽ അവിടെയാണ് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് പഠിച്ചത്. അതായത് അതുവരെ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും പറ്റൂല. പക്ഷെ എന്നെ മാക്സിമം ശ്രമിക്കും. പക്ഷെ LMRPയിൽ ആ ഒരു 3 മാസം ഞാൻ നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം 13-14 മണിക്കൂർ നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട് LMRP എത്തിയപ്പോൾ. 2 ദിവസം എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അറിയത്തില്ല. നമ്മൾ ആദ്യം സിലബസ് 6 months കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ റിവൈസ് ചെയ്യും. പഠിപ്പിച്ച് ഒന്നും കൂടെ പഠിപ്പിക്കുക, പഠിക്കാനുള്ള സമയം തരിക, ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുക. അതാണ് ഈ LMRP എന്ന് പറയുന്നത് അല്ലേ റന? ആ 3 months ആണ് റന ഏറ്റവും കൂടുതൽ പഠിച്ചത്. കണ്ടിന്യൂ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം അതിൽ 2 ദിവസം പഠിക്കാനുള്ള ദിവസം, 3-ാമത്തെ ദിവസം എക്സാം ആണല്ലോ. അപ്പൊ ആ 2 ദിവസം ഞാൻ ചെയ്തത് DPP റിവൈസ് ചെയ്യാം. കാരണം അതിനകത്ത് എല്ലാം ഉണ്ട്, വേറെ പുറത്ത് നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. പിന്നെ വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു തിയറി നോട്ട് പഠിക്കുകയാണെങ്കിൽ, അപ്പൊ +2 അങ്ങനെ തന്നെ തിയറി നോട്ട് പഠിപ്പിക്കുമ്പോൾ തിയറി അങ്ങനെ പഠിക്കുക, അത് അങ്ങനെ ആക്കി പോകും. ചിലതൊക്കെ ഷോർട്ടിക്കേഷൻസ് സാർ പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള NCERTക്ക് പുറത്തുള്ള എന്തെങ്കിലും ചെറിയ കോൺസെപ്റ്റ് വരാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ് പഠിപ്പിച്ചു തന്നാൽ ഇത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ DPPയിൽ അങ്ങനെയല്ല. ഓരോ ടോപ്പിക് കഴിഞ്ഞാൽ അതിനടിയിൽ ഒരു എക്സാം മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. അപ്പൊ ഒരു ഷോർട്ടിക്കേഷൻ വന്നിട്ട് ഇത് എവിടെ യൂസ് ചെയ്യേണ്ടത് തൊട്ടടുത്ത് നമുക്ക് യൂസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഏറ്റവും മെയിൻ പോയിന്റ്. നമ്മൾ DPP ഉണ്ടാക്കിയപ്പോൾ പോലും കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ല, എനിക്കത് ഉറപ്പിച്ച് പറയാം. നമ്മുടെ DPPയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കും ഓരോ ഷോർട്ട് ഇക്വേഷനും ഏത് പ്രീവിയസ് ഇയറുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും, ഷോർട്ട് ഇക്വേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാകും. ഇത്തവണ നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് DPPയിൽ തന്നെ, ലെവൽ 2 DPP. അതായത് അഡ്വാൻസ് ലെവൽ എന്ത് ചെയ്യാണ്, DPPയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത്തവണ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് തന്നെ IIT അഡ്വാൻസ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ഡേയിലും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാറ്റം വരുത്തിയാണ് ഇത്തവണ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ DPP ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. കാര്യം റന തന്നെയാണ് പറഞ്ഞത്. ഞാൻ റന വന്നിട്ട് ഞാൻ റനയോട് ആദ്യമായിട്ട് എനിക്കൊന്ന് ഇന്റർവ്യൂ, ഞങ്ങൾ ഇതിന് മുമ്പൊന്നും സംസാരിച്ചില്ല, നേരെ ഞാൻ ഇന്റർവ്യൂലേക്ക് കയറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ റനയുടെ എനിക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് DPP ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സമർത്തി ചെയ്തത് ബയോളജി ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം വന്ന ഫോൾട്ട് ആയിരുന്നു. ഞാൻ ബയോളജി സാർ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബയോളജിയെ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കരുത്, ലാസ്റ്റ് പണി കിട്ടും എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ കേട്ടെങ്കിലും അറിയാണ്ട് കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല അല്ലേ തുടക്കത്തിൽ. അങ്ങനെ വല്ലാണ്ട് അതെന്തായാലും ഇപ്പൊ റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ അതെന്തായാലും ലാസ്റ്റ് പഠിച്ചാലും കിട്ടുമല്ലോ, ആ ഒരു ഇതിലേക്ക്. എല്ലാവർക്കും ഈ ടോപ്പേഴ്സും ഈ പറയുന്ന റിപ്പീറ്റേഴ്സിനും ഒക്കെ വരുന്ന പ്രശ്നമാണ്. ബയോളജി അവരെന്ത് ചെയ്യും, ഒന്ന് തഴഞ്ഞ് സൈഡിലിട്ടിട്ട് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം ഹൈ സ്കോറിംഗ് ആയിട്ട് വരുന്ന ബയോളജിയാണ്. അത് കഴിഞ്ഞ വർഷം എന്നിട്ട് ഒരാഴ്ച ഫുൾ കംപ്ലീറ്റ് ബയോളജിയിലേക്ക് പോയി, ഇക്വേഷൻസ് ഒക്കെ ഫിസിക്സ് മറന്നുപോയി. അങ്ങനത്തെ കുറെ കഴിഞ്ഞ അബദ്ധങ്ങളൊക്കെ പറ്റി. ഇക്കൊല്ലം ഞാൻ തുടക്കം മുതൽ ബയോളജി അങ്ങോട്ട് കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല. കറക്റ്റ് അതുകൊണ്ട് തന്നെ എവിടുന്ന് ഒരു സെന്റൻസ് കിട്ടില്ല അത് എവിടെയാണ് അങ്ങനെ അങ്ങോട്ട് ഞാൻ നല്ലോണം ബയോളജി തറവാക്കി. അപ്പൊ പിന്നെ ലാസ്റ്റിലേക്ക് പിന്നെ ഞാൻ കുറച്ച് അറിയാത്ത പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി വെച്ചു. ഈ LMRPന്റെ സമയത്ത് ചെയ്ത പരിപാടിയാണ്. അതായത് ഇപ്പൊ ചാപ്റ്റർ 4 സബ്ജക്റ്റ് ആണല്ലോ വരിക, 4 ചിലപ്പോൾ 5-6 കൂടും. അപ്പൊ അതിന്റെ ടെക്സ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഇനിയും കിട്ടാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ബയോളജി എഴുതി വെച്ചു. ഫിസിക്സ് കെമിസ്ട്രി DPP റിവൈസ് ചെയ്തു, NCERT റിവൈസ് ചെയ്തു. പിന്നെ മോക്ക് ടെസ്റ്റ് സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം എക്സാമുകൾ എനിക്ക് തോന്നുന്നു സൈലത്തില് നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ എക്സാമുകൾ തരുന്നുണ്ടായിരുന്നു. അത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. അത്രയും മോക്ക് എക്സാമുകൾ, ഈ പറയുന്ന മൊഡ്യൂൾ എക്സാംസ്, മോക്ക് എക്സാംസ് GIB എഴുതിയത് തന്നെയാണ് എനിക്കത് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി എനിക്കും ഈ കുട്ടികളോട് പറയാനുള്ളതാണ്, ഞങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. അപ്പം ആ പ്ലാനിലൂടെ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഡെയിലി ഈ പറയുന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് റിസൾട്ട് ആകാൻ വേണ്ടി പറ്റും. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് റന എന്ന് പറയുന്നത്. റന, പിന്നെ എനിക്കിനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, മീൻസ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ പോയി എന്ന് തോന്നി, ഇപ്പം എന്താണ് പോസിറ്റീവായി അതിനെ എന്ത് ചെയ്യുന്നു കാണും?
മാർക്ക് നോക്കിയപ്പോഴും അറിഞ്ഞൂടാലോ ഇപ്പൊ എപ്പോഴും 650 അബോ അങ്ങനെ കിട്ടി അതാണ് നല്ല സ്കോർ എന്ന് മനസ്സിൽ അതൊരു പോയിന്റ് എല്ലാവർക്കും അതായത് 680 670 കിട്ടിയാലേ നല്ല മാർക്ക്. കഴിഞ്ഞ തവണ 645 കിട്ടിയാലും ഞങ്ങൾ ഹോസ്റ്റലുണ്ട്, 651 കിട്ടിയ ഒരാൾ ഞങ്ങൾ ഹോസ്റ്റലുണ്ട്. അതിനൊന്നും കാര്യമില്ലായിരുന്നല്ലോ. അപ്പൊ മാർക്ക് നോക്കിയപ്പോഴും ഓക്കെ 610 ഇനിയിപ്പോ വേറെ എവിടെ കിട്ടുന്നിടത്ത് എവിടെ വെച്ചാൽ പോവാ, എവിടെയെങ്കിലും കിട്ടിയ വെച്ചാൽ പോവാ, തമിഴ്നാടോ എവിടെയാ കിട്ടുന്നത് പോവാ. റനയ്ക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എപ്പോഴും പണി തന്നിരുന്ന സബ്ജക്ട് ഏതായിരുന്നു? മീൻസ് മോക്ക് എക്സാമിന് അത് എന്തായിരുന്നു? ആക്ച്വൽ എക്സാമിന് വന്നപ്പോൾ അത് പണി തന്നിരുന്നത് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിക്കൊണ്ടിരുന്നത്? ഞാൻ ഓരോ മോക്കിലും ഡിഫറെന്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇടക്ക് ബയോളജി ആയിരിക്കും, അപ്പൊ അങ്ങനെയൊക്കെ വായിച്ചിട്ടും കാണാത്ത ചിലപ്പോ ചില സെന്റൻസ് ഒക്കെ കാണാൻ മോക്കിന് വരുന്നത്. അപ്പം സുവോളജി ഒക്കെ ഇങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മിസ് ഇടക്ക് ഡൗട്ട് ക്ലിയറൻസ് വരുമ്പോൾ പറയും മിസ് എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ മിസ് പറയും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാവുന്ന അത്ര ഇതാക്കുന്ന നിങ്ങൾ കാണാത്തൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചിലപ്പോൾ ബയോളജി നല്ലോണം ബയോളജിയിൽ മാർക്ക് പോകും. ഇടയ്ക്ക് കെമിസ്ട്രി ആയിരിക്കും, കെമിസ്ട്രി ഇതേപോലെ കാണാത്ത എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ. എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തുടക്കം മുതലേ ഉണ്ടായിരുന്ന കെമിസ്ട്രി ആയിരുന്നു. പിന്നെ ഞാൻ അത് ഓർഗാനിക് ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ ഫുൾ ഷോർട്ട് നോട്ട് എഴുതി അങ്ങനെ അതിനെ കൂടെ നടന്ന് പഠിച്ചിട്ടാണ് അത് ഇതാക്കിയെടുത്തത്. ഫിസിക്സ് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. അത് പിന്നെ അങ്ങനെ തെറ്റാണെങ്കിൽ കെയർലെസ് കൊണ്ട് തെറ്റാവുന്നതേ വരാറുള്ളൂ. അതായിരുന്നു ഭയങ്കര സങ്കടം. കെയർലെസ് കാരണം ഭയങ്കര കെയർലെസ് ആയിരുന്നു തുടക്കം മുതലേ. പക്ഷെ നീറ്റിന് ഭാഗ്യം കൊണ്ട് 2 കെയർലെസ്സേ വന്നുള്ളൂ. ഞാനപ്പോ ചോദിക്കുന്നത് ബയോളജി ആയിരുന്നു മിക്കപ്പോഴും ഇടയ്ക്കൊക്കെ പണി തന്നിട്ടുണ്ട്, പക്ഷെ ആക്ച്വൽ നീറ്റ് വന്നപ്പോഴത്തേക്കും തിരിച്ചത് സ്നേഹിച്ച ഫിസിക്സ് ആയി എന്ത് ചെയ്തു തിരിച്ചു പണി വന്നു. ബയോളജി സ്ഥിരം ഞാൻ 1 മണിക്കൂർ എഴുതണം. മോക്കിന് എനിക്ക് 1 മണിക്കൂർ ബയോളജി വേണം. പക്ഷെ നീറ്റിന് 3/4 മണിക്കൂർ കൊണ്ട് തീർന്നു. അപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആയി 3/4 മണിക്കൂർ കൊണ്ട് ബയോളജി കഴിഞ്ഞു. ഓക്കെ. അപ്പം ലൈക്ക് ഓവറോൾ ഇപ്പം ഇതിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു റനയുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ 6 months സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഓൺലൈൻ്റെ നന്നായി എന്ത് ചെയ്തു DPP പഠിച്ചു കൂടാണ്ട് NCERT എന്ത് ചെയ്തു ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 months റിവിഷൻ പീരീഡ് ആണ് ഏറ്റവും കൂടുതൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് തിരിച്ചു വരാൻ വേണ്ടി. മോക്ക് എക്സാംസ് എല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്ത് ഇത് മാത്രമാണ് ഈ പറഞ്ഞ സൈലത്തിന്റെ പ്ലാൻ ഫോളോ ചെയ്ത് തന്നെയാണ് സക്സസ് ആകാൻ വേണ്ടിയുള്ള ഏറ്റവും മെയിൻ കാര്യമെന്ന് പറയുന്നത്. വെരി ഗുഡ്. റൈറ്റ്. ഇനി സൈലത്തിൽ ഇപ്പം വന്നപ്പോഴാണ് ഹോസ്റ്റലിൽ വെച്ച് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ, ലൈക്ക് കംപ്ലീറ്റ്ലി ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ അത് ഈ പ്രിപ്പറേഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഹോസ്റ്റൽ ലൈഫ് എനിക്ക് ഹോസ്റ്റലിൽ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയിരുന്ന അതായിരുന്നു നല്ലത്. പക്ഷെ ലീവിന് പോലും 2 ദിവസം വീട്ടിൽ പോയി കഴിഞ്ഞാല് പഠിക്കാൻ പറ്റൂല. അത് ഈ ഫോൺ എത്ര ഞാൻ വിചാരിക്കും ഇപ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ലാസ്റ്റിൽ LMRP ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നീ വീട്ടിൽ പോയിട്ട് ചെയ്താലോ, എന്നാ വീട്ടിൽ ഈ 3 മാസം വീട്ടിലേക്ക് പോകും. പക്ഷെ പാരന്റ്സ് ആദ്യം പറഞ്ഞിട്ട് വരും പറ്റില്ല ഹോസ്റ്റലിൽ എന്ന് പഠിച്ചത്, അവർക്കറിയാലോ ഫോൺ ഉപയോഗിക്കുന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കും വീട്ടിൽ പോകുമ്പോൾ ഓക്കെ ഇത്തവണ ഞാൻ എന്തായാലും പഠിക്കുക തന്നെ ചെയ്യും, ഫോൺ യൂസ് ചെയ്യില്ല അങ്ങനെയൊക്കെ വിചാരിക്കും. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഓക്കെ പഠിക്കുന്നു, പക്ഷെ പറ്റൂല. ഫോൺ അപ്പുറത്തുണ്ട്. ഹോസ്റ്റലിൽ അങ്ങനെ ഒരു ചിന്തയേ വരില്ല അത് ഫോൺ എടുക്കണമെന്നോ അയ്യോ എൻ്റെ കയ്യിൽ ഫോണില്ല ഞാനൊന്നും കളിക്കുന്നില്ല അങ്ങനെ ഒരു ചിന്തയെ വരില്ല. പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങനെയല്ല. വീട്ടിൽ നിന്ന് എന്താ പറയുക 5 മിനിറ്റ് പോലും ബുക്കിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര അതാണ് ഫോണ്. അപ്പം ഫോൺ ഉപയോഗം ഇല്ലാത്ത ഒരു ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റനയുടെ ഹോസ്റ്റലില് മെജോറിറ്റി ആളുകളും 550+ കിട്ടിയിട്ടില്ല. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ MBBS ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ അവരുടെ കൂടെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നില്ല. അവരൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങള് നല്ല രസമായിരുന്നു. അതായത് ഇപ്പൊ ബയോളജി എല്ലാ സബ്ജക്ട് ഇപ്പൊ കെമിസ്ട്രി ഫിസിക്സ് ഒന്നും എല്ലാവരും ഒന്നും ഫുൾ NCERT വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങളൊരു ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതൊരു ക്രേസ് ആയിരുന്നു. അതായത് ആരും കാണാത്ത എന്തെങ്കിലും പോയിന്റ് കിട്ടിക്കഴിഞ്ഞാല് അതൊരു ക്വസ്റ്റ്യൻ ആക്കും, എല്ലാവർക്കും അതെല്ലാവരുടെ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ബയോളജി ഒക്കെ വായിക്കാൻ നല്ല രസമാണ്. സമ്മറി ഒന്നും അങ്ങനെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു ചാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സമ്മറിന് എന്തെങ്കിലും പുതിയ പോയിന്റ് കിട്ടുമോ നോക്കട്ടെ, അത് കിട്ടി ഒരു പുതിയ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരോടും ചെന്നിട്ട് ഇത് കണ്ടുണ്ടോ അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കതൊരു അങ്ങനെ എല്ലാവരും ഇതായതുകൊണ്ട് കുറേ പുതിയ അങ്ങനെ കുറേ ബയോളജി ഒക്കെ കുറേ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ റിഡക്ഷനിസ്റ്റ് ബയോളജി അതെന്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചതാ. ഞങ്ങളെ റൂമിൽ ചോദിച്ചിട്ടുണ്ട് റിഡക്ഷനിസ്റ്റ് ബയോളജി എന്താ പറയുക. അപ്പൊ ഞങ്ങൾ ഇല്ല ഔട്ട് ഓഫ് NCERT. അപ്പോൾ പറഞ്ഞ അല്ല ഇൻട്രോ പേജിലുണ്ട്, ഇൻട്രോ പേജ് കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇൻട്രോ പേജ് ഫുള്ള് വായിച്ചിട്ട് നീറ്റിൽ പോയി. സമ്മറി ഒക്കെ ഞാൻ മറ്റേ ഒരു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ഞാനൊരു ഓറിയന്റേഷൻ എടുത്തപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇൻട്രോയും സമ്മറിയിൽ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ലിപ്പിഡ് സിന്തസിസ് മറ്റേ ബാക്കില് സമ്മറിയിലേ ഉള്ളൂ മറ്റെടുത്തില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട് NCERT ഇല്ലാത്ത സമ്മറിയിലുള്ള. പക്ഷെ സാറൊന്നും അങ്ങനെ പറഞ്ഞെങ്കിലും അതങ്ങനെ പ്രാവർത്തികമാക്കത്തില്ല. ഓരോരുത്തർ ഒന്ന് ചോദിച്ചപ്പോ ഓക്കെ അപ്പൊ നീറ്റിന് ഫുൾ വായിച്ചിട്ട് അതുകൊണ്ട് 2 ദിവസം. പിന്നെ റാംഡിയോ മിശ്ര ഫാദർ ഓഫ് ഇക്കോളജി അതും ഇൻട്രോ പേജിൽ തന്നെയാണല്ലോ വന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഈ പറയുന്ന ഹോസ്റ്റലിലെ ആ ഒരു ഹാർമണിയും ഈ പറയുന്ന ഹോസ്റ്റലിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷനും ഒക്കെ
കോമ്പറ്റീഷൻ ആണ് അത്. അങ്ങനെ ഭയങ്കര ഇപ്പൊ ചില ഹോസ്റ്റലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ ഹോസ്റ്റൽ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ, അതായത് ഭയങ്കര ഇതാണ്, അത് അലാറം ഓഫ് ആക്കി വെക്കുക, അങ്ങനത്തെ എന്താ നമുക്ക് കിട്ടരുത് എന്ന് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ സന്തോഷിക്കുന്ന അപ്പുറത്തുനിന്ന് സന്തോഷിക്കുന്നവർ, അങ്ങനത്തെ ഒരു സംഭവമേ ഇവിടെ ഇല്ലായിരുന്നു. ഫുൾ ഹെൽത്തി കോമ്പറ്റീഷൻ. ഒരാൾക്ക് കിട്ടിയാൽ ഓക്കെ എല്ലാവർക്കും സന്തോഷം, ഒരാളൊന്ന് ഡൗൺ ആയി പോയാൽ പിന്നെ എല്ലാവരും കൂടെ അയാളെ പിടിച്ച് അടുത്ത പ്രാവശ്യം കിട്ടും, ഇങ്ങനെ ചെയ്ത് നോക്ക്, സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കും, മാറ്റിപ്പിക്കും അവരെ കൊണ്ട് നമ്മൾ തന്നെ. അങ്ങനെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ മെന്ററും അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളിൽ ഒരാൾ എന്ന പോലെ ഇത് മെന്റർ എന്നുള്ള ഒരു ഇതല്ലായിരുന്നു നമ്മൾ. മെന്റർഷിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു? നന്നായിട്ട് ഹെൽപ്പ്. ചുമ്മാ ഒരു ഫണ്ണായിട്ട് ചോദിക്കാണ്, ഈ പഠിക്കുമ്പോൾ എപ്പോഴും ഉറക്കം വരത്തില്ല, ആ ഉറക്കം ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത വല്ല ക്രേസിയസ്റ്റ് തിങ് ഉണ്ടോ? ആർക്കെങ്കിലും ഒരു സജഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഉറക്കം തന്നെയാണ് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഏറ്റവും എത്ര മണിക്കൂർ ഉറങ്ങുമായിരുന്നു? എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? എങ്ങനെ അതിന്റെ ഒരു 6 മണിക്കൂർ ഉറക്കം നിർബന്ധം. അതിപ്പോ ഒരു 5:50 കഴിഞ്ഞാൽ മാനസികം തുടങ്ങും. അയ്യോ ഇന്നലെ 10 മിനിറ്റ് ഉറങ്ങിയില്ല, 10 മിനിറ്റ് ഉറങ്ങിയില്ല, പിന്നെ 10 മിനിറ്റ് പകരം 10 മണിക്കൂർ പോയിപ്പോ. അതുകൊണ്ട് ഉറക്കം സാക്രിഫൈസ് ചെയ്യാറില്ല. 6 മണിക്കൂർ കറക്റ്റ് ഉറങ്ങായിരുന്നു. പിന്നെ ഇതിന് പുറമെ എക്സാം ഹാളിലുള്ള ഉറക്കായിരുന്നു തീരെ സഹിക്കാൻ പറ്റാഞ്ഞത്. അതായത് എക്സാം ഹാളിൽ നിന്ന് ഉറക്കം വന്നിട്ട് അങ്ങനെ കുറെ എക്സാം ഹാളായിട്ടുണ്ട്, ഒന്നും കാണില്ല, കണ്ണിലുണ്ട് ഇരുട്ട് കയറിട്ട് അങ്ങനെ ഉറക്കം വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് ഈ ഒരു 1 വീക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് വരല്ലോ, ഉറങ്ങാൻ വരുന്നത്. ആ സമയത്ത് ബക്കറ്റിനകത്തൊക്കെ വെള്ളം വെച്ചിട്ട് കാലൊക്കെ ഇട്ട് നോക്കി അങ്ങനെ കുറേ പരിശ്രമങ്ങൾ ചെയ്ത് വെച്ചിട്ട്. പക്ഷെ എൻ്റെ ഒപ്പം പറഞ്ഞിട്ട് ആ പരിപാടിയൊന്നും ചെയ്യരുത്, പിന്നെ റൂമൊക്കെ ഞാൻ ഉറങ്ങി വീണ് അങ്ങനെയൊന്നും ചെയ്യരുത് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മീൻസ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം തോന്നിയിട്ടുണ്ട് ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഡോക്ടറിന്റെ പണിയല്ല, എനിക്ക് കിട്ടൂല എന്ന് തോന്നിയ പ്രിപ്പറേഷൻ ഫേസിലോ അല്ലെങ്കിൽ ഈ എക്സാമിന്റെ ഡേയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? തോന്നിയിട്ടുണ്ട് ഇടക്കാലത്ത്. അപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ പഠിച്ചിട്ട് ഇനിയും കിട്ടാൻ പോകുന്ന MBBS ഇതുപോലെ തന്നെ കാണാനോ പഠിക്കാനുള്ളത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ടീച്ചേഴ്സിനെ വിളിക്കും, എന്താ അപ്പം എനിക്ക് വേണ്ടാന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഇത് തീരുമാനമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കടന്നുറങ്ങിയ സമയമുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ തന്നെ മുന്നോട്ട് പോകണോ അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പോകണോ, ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ല തീരുമാനമായിട്ട് വെറുതെ ഇപ്പം എനിക്ക് പഠിക്കണ്ടല്ലോ, അഥവാ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പഠിച്ച് വേസ്റ്റായി പോകുമല്ലോ, കടന്നുറങ്ങാനൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഓലൊക്കെ ഇതായി എന്താ എങ്ങനെയെങ്കിലും പഠിച്ച് നീറ്റ് അങ്ങോട്ട് എഴുതിക്കോ, എന്നിട്ട് തീരുമാനിക്കുക അത് ഡോക്ടർ ആവണമെങ്കിൽ. അങ്ങനെ ആയിപ്പോയി. അതായത് ഡോക്ടർ ആവണം ഇതിങ്ങനെ കുറേ യൂട്യൂബിനകത്ത് കുറേ നെഗറ്റീവ് വീഡിയോസ് കാണല്ലോ. സംഭവം ഞാൻ ചെറുപ്പം മുതലേ ഡോക്ടർ കുറേ ഇത് ഈ ഇപ്പോൾ 10th കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കുറേ നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റി. അതായത് കാണാവുന്നത്രത്തോളം നെഗറ്റീവ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തില്ല അന്ന്. പക്ഷെ ഈ ഇടക്കാലത്ത് ഈ പഠിച്ച് മടുക്കുന്ന സമയത്ത് ഞാൻ അന്ന് കണ്ട നെഗറ്റീവൊക്കെ ഞാൻ തന്നെ പോസിറ്റീവാക്കി മാറ്റിയതാണ്. പക്ഷെ അതൊക്കെ നെഗറ്റീവായിട്ട് കുത്താൻ തുടങ്ങി. ആക്ച്വലി ഈ പറയുന്ന എക്സാമിനെ കുറിച്ചുള്ള ഫിയറും ഈ പറഞ്ഞ പ്രിപ്പറേഷന്റെ സ്ട്രെസ്സും ആയിരിക്കും അത് ഡൈവേർട്ട് ചെയ്തിട്ട് അത് തിരിച്ച് നെഗറ്റീവായിട്ട് കുത്താൻ തുടങ്ങി. അപ്പൊ എനിക്ക് ആകെ ഇങ്ങോട്ട് വെറുത്ത് പോയതായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ആർക്കെങ്കിലും വന്ന് ഞാൻ സമയത്ത് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് വീണ്ടും പഠിച്ചു കഴിഞ്ഞാല് പറ്റേ മടുത്തു. അപ്പൊ കുറച്ച് ദിവസം ഒന്ന് പഠിക്കാതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നടക്കുക, താനെ മൂഡ് തിരിച്ചു മാറി ഓക്കെ ആയി. അല്ല, ഈ MBBS-നെ കുറിച്ച് നെഗറ്റീവ് വീഡിയോസ് എന്ന് പറയുന്നത് കുറച്ചാൾ മുമ്പ് എഞ്ചിനീയറിനെ കുറിച്ച് വന്നു. ഇപ്പൊ എഞ്ചിനീയറിംഗ് നല്ലതാന്ന് പറഞ്ഞ കുറച്ച് വീഡിയോസ് വരുന്നു. ഇപ്പൊ MBBS-നെ കുറിച്ച് എടുക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ കുറെ വീഡിയോ വരും. കുറച്ച് കഴിയുമ്പോൾ MBBS ആണ് നല്ലതെന്ന് പറയും. കാര്യം ഈ പറയുന്ന ബാക്കി എല്ലാ കോഴ്സുകളും സ്കില്ല് ഈ പറയുന്ന AI റോബോട്ട്സ്, AI പറയുന്ന ഏജൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ജോലിയൊക്കെ അടിച്ച് തൂക്കിപ്പോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ അല്ലാത്ത ഒരു ജോലി ഉണ്ടാവില്ല. ഇപ്പം ഡിസൈനിങ് ആയിരുന്നു ഏറ്റവും നല്ലത്, എഡിറ്റിംഗ് ആയിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയയിലുണ്ടായിരുന്നു. ഡിസൈനിങ് എഡിറ്റിംഗ് ഒക്കെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങി. കോഡിംഗ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് കോവിഡ് സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കോഡിംഗ് എല്ലാം ഇപ്പോൾ AI എന്ത് ചെയ്യുന്നുണ്ട്, 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ജോബ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ലുള്ള പറയുന്ന 5 വർഷം 6 വർഷം കൊണ്ട് ഒരു ഡോക്ടർ പഠിച്ചെടുക്കുന്ന സ്കില്ല്, അതിൽ AI അറിയാവുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഏറ്റവും ഇനി സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ജോബ് ഈ പറയുന്ന നിയമവും മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളി ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ പണ്ടത്തെ പോലൊരു ഈ പറയുന്ന പോലെ ആളുകൾ കൂടുതൽ വരുമ്പോഴത്തേക്കും അതിൻ്റെതായ എന്തുണ്ടാകും, ഈ പറയുന്ന ഒരു പണ്ട് ഡോക്ടേഴ്സിന് കിട്ടിക്കൊണ്ട ആളുകൾ കുറവായിരുന്ന സമയത്തുള്ള ഒരു കാര്യം ഇപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഇറ്റ്സ് സേഫ് ആൻഡ് നിങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെ. അതിലൊരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ മാത്രമല്ല, പക്ഷെ അത് പിന്നെ ഞാൻ തന്നെ അത് മാറ്റിയെടുത്തു. കാരണം ഞാനിപ്പോ വേറെ കോഴ്സിന് പോകാൻ വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ചോദിക്കും വേറെ ഏത് കോഴ്സാ. വേറൊരു കോഴ്സ് എനിക്ക് പറയാനില്ല. കാരണം ചെറുപ്പം മുതലേ ഡോക്ടർ കോഴ്സും ഇല്ല. അതാണ് മെയിൻ കാര്യം. അതായത് ഇപ്പം കേരളത്തിലും ഇപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് റെനെ പറഞ്ഞുകൊണ്ട് പറയാണ്, വേറൊരു കോഴ്സും ഇല്ല. വേറെ ഏത് കോഴ്സിന് പോകാനാണ്? ഏത് കോഴ്സ് ആയാലും അവിടെ എല്ലാം സാച്ചുറേഷൻ
ഇൻഫർമേഷൻ്റെ പീക്കാണ്. കാര്യം ലിറ്ററസി അത്രയുമുള്ള കേരളം, അതുപോലെ തന്നെ ഇന്ത്യയിലും എല്ലായിടത്തും എന്താണ് ഈ പറഞ്ഞ ലിറ്ററസി ഏറ്റവും പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ജോബിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഏത് ജോബ് നിങ്ങൾ സെലക്ട് ചെയ്താലും ആ ജോബിൽ ഏറ്റവും സ്കിൽഡ് ആകാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. അപ്പം വേറൊരു കോഴ്സ് എന്തായാലും റനയുടെ മനസ്സിൽ വന്നിട്ടില്ലല്ലേ? പിന്നെ ഡോക്ടേഴ്സ് കുറെ ഉണ്ട് എന്ന് പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള, ഞാനെന്ന ഡോക്ടർ അവിടെ ഇല്ലല്ലോ. അതെ അതെ, എന്റെ ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അത്രയും എഫേർട്ട് ഇടാൻ തയ്യാറായ റനയെ പോലുള്ള ആളുകൾ എന്തായാലും അതിലേക്ക് വരണം അല്ലേ? എനിക്ക് ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഞാൻ തന്നെ വേണ്ടേ? അപ്പൊ ഡെഫിനറ്റ്ലി അത് വലിയൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. നിങ്ങളുടെ സ്കില്ല് അവിടെ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ വന്ന് ശ്രമിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. റന, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എപ്പോഴും പറയാം, റിപ്പീറ്റേഴ്സ് ആരൊക്കെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ. ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ വേണം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ. അന്നൊന്ന് തീർക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ വന്നാലേ റിപ്പീറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അവരോട് എന്താണ് റനയ്ക്ക് പറയാനുള്ളത്? ലൈക്ക് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആളുകളോടുള്ള അഡ്വൈസസ് ആൻഡ് ലാസ്റ്റ് ആ ഒരു ഫൈനൽ നീറ്റ് 2025 കഴിഞ്ഞ് പേടിച്ചു പോകുന്ന ആളുകളുണ്ട്. ആ പേടിച്ചു പോയ ആളുകളോട് എന്താണ് റനയ്ക്ക് പറയാനുള്ളത് 2026 കുറിച്ച്, ഇനി വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചൊക്കെ? പറയാനുള്ളത്, നല്ല ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഹാർഡായിട്ട് വർക്ക് ചെയ്യുക. വെറും ഹാർഡ് വർക്ക് അല്ല, അതായത് 10-15 മണിക്കൂർ വെറുതെ ഇരുന്ന് പഠിച്ചാൽ പോരാ, നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഇടുന്ന ഓരോ മണിക്കൂറും, ഇത് 1-2 മണിക്കൂറാണെങ്കിൽ അത് മതി, പക്ഷെ ആ ഇടുന്ന മണിക്കൂർ നല്ല എഫക്റ്റീവായിട്ട്, ഏറ്റവും എഫക്റ്റീവായിട്ട്. ഇപ്പം നാളെ ഒരു എക്സാം വരുമ്പോൾ ആ എക്സാമിന് വേണ്ടി കുത്തി പിടിച്ചിരുന്ന് പഠിച്ച് ആ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് അത് അങ്ങനെ ഇടരുത്. അതായത് നമ്മൾ ഫൈനൽ എക്സാം മെയിൽ നടക്കുന്ന നീറ്റ് എക്സാമാണ്. അപ്പോൾ പഠിക്കുന്ന ഓരോ മണിക്കൂറും ആ നീറ്റ് എക്സാമിന് എങ്ങനെ ഉപകരിക്കും അതിന് വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. മോട്ടിവേഷന് വേണ്ടിയിട്ട് വേറെ ആരുടെയും പിറകെ പോകാതെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അത്ര എപ്പോഴും ഇൻസ്പയർ ആയിട്ടിരിക്കുക. പിന്നെ അത്രയുണ്ട്. അപ്പം റന പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്, സൈലം ഒരു പ്ലാൻ ഉണ്ടാകും, ആ പ്ലാൻ അവിടെ ഉണ്ടാകും, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പാരലലി അതെങ്ങനെ പഠിച്ചു തീർക്കാമെന്നുള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാൻ, സ്വന്തമായിട്ട് സെൽഫ് പ്ലാൻ ഉണ്ടാക്കുക. പക്ഷെ അത് സൈലത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകരുത്. അപ്പം നമുക്ക് ആകെ ബുദ്ധിമുട്ടായി പോകും. അപ്പം ഇവരുടെ പ്ലാനിനനുസരിച്ചിട്ട് അതിനോട് യോജിക്കാവുന്ന തരത്തിൽ നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു മിനിറ്റ് പോലും ഞാൻ പ്ലാൻ ചെയ്യാതെ പഠിക്കാത്ത ഒരാളാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ഇല്ലാതെ വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഇത് എവിടെ വരെ എത്താന്ന്. അങ്ങനെ ഒരു പോക്കാണ് പോവുക. പക്ഷെ ഇത് ഓരോ മിനിറ്റ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിരിക്കും. ഇപ്പം എനിക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഒരു NCERT എക്സാമ്പിൾ ചെയ്താൽ ടിക്കിടും, എക്സസൈസ് ചെയ്താൽ ടിക്കിടും, DPP ഒരു ചാപ്റ്റർ കവർ ചെയ്താൽ ടിക്കിടും. അപ്പോൾ ലാസ്റ്റിലേക്ക് ഈ റെഡ് ഇങ്ങനെ കാണുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇന്നത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ടിക്കിടാലോ, അപ്പോൾ ഒരു ടിക്കും കൂടി അവിടെ കാണാലോ, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് എന്റെ പറയാനുള്ളത്. ഉണ്ടാക്കി ഇതെല്ലാം ചെക്ക് ലിസ്റ്റ് ഒക്കെ സ്ട്രക്ചർ ചെയ്ത് അടിപൊളിയായിട്ട് നീറ്റ് 2026 തകർക്കുക. അപ്പം റന ഒരു എക്സാമ്പിൾ ആണ്, ഫസ്റ്റ് റിപ്പീറ്റ് ആണ്, ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന റിസൾട്ടിലേക്ക് എത്തിയത്. എന്തായാലും റന ഒരു മെഡിക്കൽ കോളേജിൽ പോയി തകർക്കട്ടെ, അടിപൊളിയാക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു, ബൈ. ബൈ സർ.